ഉത്സവത്തിടമ്പേറ്റിയ ഗജവീരന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് സുന്ദരമായ കാഴ്ചയാണല്ലേ! കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ജനസമ്മതിയുള്ള ആന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖവരിയുടെ ആവശ്യമൊന്നുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഏക ഛത്രാധിപതി, നമ്മുടെ സ്വന്തം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാട്ടാനക്കിടയിൽ സൂപ്പർ സ്റ്റാറായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കഥയാണ്. കഥയിലേക്ക് പോയാലോ? സോ വെൽക്കം ബാക്ക് ടു ബീൻസ് വണ്ടർലാൻഡ്. തൊള്ളായിരത്തി 1964 ബീഹാറിലാണ് ജനനം. മോട്ടി പ്രസാദ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ബീഹാറിലെ ആനച്ചന്തയിൽ നിന്ന് തൃശ്ശൂരിലെ വെങ്കിടാദ്രി സ്വാമിയാണ് രാമചന്ദ്രനെ വാങ്ങിയത്. ആ സമയത്ത് ഗണേശൻ എന്ന പേരിട്ടു. ബീഹാറിയായ ഈ ആനയ്ക്ക് 326 സെന്റിമീറ്ററാണ് ഇരിക്കസ്ഥാനത്ത് നിന്നുള്ള ഉയരം. ഉടൽ നീളം 340 സെന്റിമീറ്റർ, വിരിഞ്ഞ മസ്തകം, കൊഴുത്തു നീണ്ട ഉടൽ, ഉറച്ച തീർന്നില്ല രാമന്റെ പ്രത്യേകതകൾ. ലക്ഷണമൊത്ത് 18 നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയും തലയെടുപ്പുമൊക്കെയുള്ള ഈ ആനയെ ആരായാലും ഒന്ന് നോക്കിപ്പോയി പോവും. എഴുന്നള്ളത്തിന് കോലം കയറ്റിക്കഴിഞ്ഞാൽ തിടമ്പിറക്കും വരെയും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കുമെന്നാണ് ഈ ആനയുടെ പ്രത്യേകത. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങുന്നത്. അന്ന് ഭഗവതിയുടെ നടക്കിരുത്തി രാമചന്ദ്രൻ എന്ന പേരും നൽകി. രാമചന്ദ്രന് ഗജരാജ കേസരി, ഗജ സാമ്രാട്ട്, ഗജ ചക്രവർത്തി തുടങ്ങിയ ഒട്ടേറെ ബഹുമതികളും കിട്ടിയിട്ടുണ്ട്. ചക്കുമശ്ശേരി, ചെറായി തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന തലപ്പൊക്ക മത്സരങ്ങളിൽ വിജയ കിരീടം ചൂടിയിട്ടുള്ള രാമചന്ദ്രന് ഇത്തിത്താനം ഗജമേളയ്ക്കടക്കമുള്ള പ്രമുഖ ഗജമേളകളിലും വിജയിയാവാൻ സാധിച്ചിട്ടുണ്ട്. 16 വർഷമായി പാലക്കാട് കുനിശ്ശേരി സ്വദേശി മണിയാണ് രാമന്റെ പാപ്പാനായിരിക്കുന്നത്. തൃശൂർ പൂരങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഈ ആനയ്ക്ക്. ഘടകക്ഷേത്രമായ നെയ്ത്തിലങ്ങാട് അമ്മയുടെ തിടമ്പേറ്റി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരത്തിന്റെ വാതിൽ തുറന്ന് തെക്കോട്ടിറങ്ങി പൂരത്തിന് കൊടിയിറങ്ങി എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ സ്വന്തം രാമൻ തന്നെയാണ്. തെക്കോട്ടിറങ്ങി രാമചന്ദ്രൻ മടങ്ങുന്ന കാഴ്ച കാണാനായി 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. ഒരു കാലത്ത് നട തുറക്കൽ ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു. ഇന്നിത് 10,000ങ്ങളുടെ ചടങ്ങായി മാറാൻ കാരണം രാമനാണ്. 60 വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണ്. പൊതുവെ ശാന്തനാണെങ്കിലും കൂട്ടാനയെ കുത്തിയിട്ടുള്ള ചരിത്രമുണ്ട്. തൃശൂർ തിരുവൻപാടി ചന്ദ്രശേഖരൻ എന്ന ആനയെ ആക്രമിച്ചിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ആന ചെരിഞ്ഞു. 2013 ജനുവരി 27 പെരുമ്പാവൂരിലെ കുറുപ്പുംപടി രായമംഗലം കൂട്ടുമഠം ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ രാമചന്ദ്രൻ കുത്തിക്കൊന്നത് 3 സ്ത്രീകളെയായിരുന്നു. 2019 ഫെബ്രുവരി 8 തൃശ്ശൂരിൽ ഗൃഹപ്രവേശനത്തിന് മോടി കൂട്ടാനായി കൊണ്ടുവന്നതായിരുന്നു രാമനെ. എന്നാൽ ആ സമയത്തും ഇടയുകയും അവിടെയും കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്തു. ഒന്ന് കണക്കെടുത്തു കഴിഞ്ഞാൽ 13 കൊലക്കേസുണ്ട് പുള്ളിയുടെ പേരിൽ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കഥ പറഞ്ഞാൽ ഇവിടെ അവസാനിക്കില്ല. ചുരുക്കം ചെറിയൊരു കഥ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി ഈ ആനകൾ കൊലപാതകികളാവാൻ വേണ്ടി വലിയ കഥ തന്നെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആനകൾ മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നത്? പിന്നിലെ കഥ കേൾക്കണ്ടേ? മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.